ഓണക്കാലം വരാൻ പോവാണ്. എല്ലാ സാധനങ്ങൾക്കും വില കൂടുകയാണ്. ഈ വില കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ എടുത്തു പറയേണ്ടത് വെളിച്ചെണ്ണ വിലയല്ലേ. വെളിച്ചെണ്ണ എനിക്ക് തോന്നുന്നു 425 430 രൂപയൊക്കെ എത്തി 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില. അത് ഒന്നിന് മാത്രമല്ല, ഇപ്പം നമ്മൾ ഓരോ ബ്രാൻഡ് അനുസരിച്ച് ഇതിൻ്റെ വില കൂടി വരികയാണ്. നമ്മളിപ്പം സാധാരണ കടകളിൽ പോയിട്ട് വെളിച്ചെണ്ണ അല്ലാതെയുള്ള വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ, ഇപ്പോൾ ലൂസ് വെളിച്ചെണ്ണ വാങ്ങുകയാണെങ്കിൽ അതിന് ഇത്രയും പൈസ ഇല്ല. അല്ലാതെ പോയി ഇപ്പോൾ കേര പോലെയുള്ള മറ്റ് ബ്രാൻഡഡ് വെളിച്ചെണ്ണ വാങ്ങുകയാണെങ്കിൽ വീണ്ടും അതിന് വില കൂടും. അങ്ങനെ വെളിച്ചെണ്ണ വിലയ്ക്ക് അങ്ങ് റോക്കറ്റ് ഉയരത്തിൽ എത്തി നിൽക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില കൂടുകയാണെങ്കിൽ തേങ്ങയുടെ വില എന്തായിരിക്കും? തേങ്ങയ്ക്ക് ദിവസേന വില കുതിച്ചുയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ തേങ്ങയ്ക്ക് ഇങ്ങനെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്തായിരിക്കും? തേങ്ങ കർഷകർക്കും അല്ലെ, കേര കർഷകർക്കും ഇതിൻ്റെയൊക്കെ ലാഭം കിട്ടും, അവർക്ക് ഈ സമയത്ത് സന്തോഷമായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ കേര കർഷകരെ സംബന്ധിച്ച് അവർക്ക് വില കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ തേങ്ങ മോഷ്ടാക്കളെ ഭയന്ന് കാവലിരിക്കേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട് പാവപ്പെട്ട കർഷകർക്ക്. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദനം നടക്കുന്നത് കോഴിക്കോട് കുറ്റ്യാടി മേഖലയിലാണ്. ഈ മേഖലയിൽ ഇപ്പോൾ തേങ്ങ മോഷ്ടാക്കളെ തട്ടി നടക്കാൻ കഴിയുന്നില്ല എന്നാണ് ആക്ഷേപം. മാത്രമല്ല, പാവപ്പെട്ടവർ ഇപ്പോൾ അവിടെ ചേർന്ന്, നാട്ടുകാരൊക്കെ കൂടെ ചേർന്നിട്ട് അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി വരെ രൂപീകരിച്ചിട്ടുണ്ട്. പ്രത്യേക പട്രോളിംഗ് ഒക്കെ ഏർപ്പെടുത്തി കള്ളന്മാരെ പിടിക്കാൻ പോലീസും കർഷകരുടെ സഹായത്തിനായി എത്തുന്നുണ്ട്. തേങ്ങയ്ക്ക് പൊന്നും വിലയാണ്. കോഴിക്കോട് കുറ്റ്യാടി തേങ്ങ ഗുണമേന്മയിൽ പേരുകേട്ടതിനാൽ മറ്റുള്ള നാട്ടിലേക്കാൾ ഇവിടെ വില അല്പം കൂടും. സംസ്ഥാനത്തിന് പുറമെ തമിഴ്നാട്, കർണാടക ഭാഗങ്ങളിലെ വൻകിട വെളിച്ചെണ്ണ മില്ലുകളിലും കുറ്റ്യാടി തേങ്ങയ്ക്ക് വൻ ഡിമാൻഡാണ്. തൊണ്ടുപൊളിച്ച 1 കിലോ പച്ചത്തേങ്ങയ്ക്ക് 80 രൂപ വരെയാണ് വില. മികച്ച വില കിട്ടുന്നതിന്റെ സന്തോഷം കർഷകർക്കുണ്ടെങ്കിലും ഇപ്പോഴത്തെ ആശങ്ക തേങ്ങാക്കള്ളന്മാരാണ്. പണ്ടൊക്കെ തോട്ടത്തിലും വീട്ടുമുറ്റത്തുമെല്ലാം തേങ്ങ സംഭരിച്ചു വെക്കാൻ കഴിയുമായിരുന്നു. വില കൂടിയപ്പോൾ കളി മാറി. തേങ്ങാമോഷണം പതിവായി. മുമ്പ് ഇങ്ങനെ താഴെ വീണ മാത്രം എടുത്തുള്ളൊരു പ്രവണതയുള്ളൂ. ഇപ്പം തെങ്ങ് കയറിയിട്ടാണ് പറിക്കുന്നത്. പതിരിക്കുന്ന പറഞ്ഞാൽ അതും കൂടി കഴിയുമ്പോൾ സാധാരണക്കാർക്ക് റിസ്ക്കാണ് സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണല്ലേ. കാരണം ഇപ്പോൾ ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ട് സമയത്താണ് നമുക്കിപ്പം തേങ്ങ പറിക്കാൻ പണിക്കാരെ കിട്ടാത്ത പ്രയാസമുണ്ട്. നമ്മളിതൊക്കെ അതൊക്കെ നമ്മുടെ സമയങ്ങൾ അങ്ങനെ പറിക്കാൻ വിചാരിക്കുന്ന സമയത്താണ് നമ്മൾ പറമ്പിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ തേങ്ങ മുഴുവൻ പറിച്ചു പോകാൻ സ്ഥിതിയാണുള്ളത്. കോഴിക്കോട് തൊട്ടിൽപ്പാലം പോലീസ് സ്റ്റേഷനിൽ 1 മാസത്തിനുള്ളിൽ തേങ്ങാമോഷണവുമായി ബന്ധപ്പെട്ട് 5 പരാതികളാണ് ലഭിച്ചത്. കുറ്റ്യാടി സ്റ്റേഷനിൽ 2 പരാതിയും കിട്ടി. പരാതി നൽകാത്ത കർഷകർ നിരവധിയുണ്ട്. വീട്ടുമുറ്റങ്ങളിൽ അരയ്ക്കാനായി സൂക്ഷിച്ച നാളികേരം പോലും മോഷണം പോയതായി കാവലുംപാറയിലെ നാളികേര കർഷകർ പറയുന്നു. ചെറുകിട നാളികേര കച്ചവടക്കാർ ശേഖരിച്ചു വെക്കുന്ന നാളികേരവും മോഷണം പോയതായി കച്ചവടക്കാർ പറയുന്നു. ഇവിടെ ഈ പറമ്പിൽ റോഡ് സൈഡിലിട്ട സാധനങ്ങൾ വരെ എടുത്തു പോകുന്ന സ്ഥിതിയിലാണല്ലേ ഇപ്പോൾ. അതായത് ഇവിടെ ചെലവിനിട്ട തേങ്ങ വരെ ഈ അടുത്ത വീട്ടിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട്. കുറ്റ്യാടി മേഖലയിലെ മരുതോങ്കര പഞ്ചായത്തിലെ മുള്ളൻകുന്ന് പരിസര പ്രദേശങ്ങളിലും കാവിലുംപാറ പഞ്ചായത്തിലെ വളയങ്കോട്, കൂടൽ, ചീത്തപ്പാട് പ്രദേശങ്ങളിലുമാണ് വ്യാപകമായി നാളികേരം മോഷണം പോകുന്നത്. ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളിൽ പകൽ സമയത്ത് പോലും നാളികേര മോഷണം വ്യാപകമാണ്. കൂട്ടിയിട്ട തേങ്ങ മാത്രമല്ല, തെങ്ങിൽ കയറി പറിച്ചുവരെ മോഷണം നടത്തുന്നുണ്ട്. സഹികെട്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. തേങ്ങാമോഷ്ടാക്കളെ പിടികൂടുന്നതിനായി രാത്രികാല പട്രോളിംഗ് സജീവമാക്കി തൊട്ടിൽപ്പാലം പോലീസും ഒപ്പമുണ്ട്. തേങ്ങയുടെ വില ഇനിയും കുതിച്ചുയർന്നാൽ സംശയമില്ല, കോക്കനട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീം ഉടൻ വേണ്ടിവരും. ന്യൂസ് മലയാളം, കോഴിക്കോട്. എന്തൊരവസ്ഥയാണല്ലേ. ലിനറ്റ് ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ലിനറ്റ്, ഗുഡ് മോർണിംഗ്. ഈ സാധാരണ എല്ലാവരും പറയും ഈ കുറ്റ്യാടിയിൽ ഒരുപാട് തേങ്ങ കിട്ടുന്ന സ്ഥലമാണ്, സംസ്ഥാനത്ത് ഒരുപാട് തേങ്ങ കിട്ടുന്ന സ്ഥലമാണ് കുറ്റ്യാടി. അപ്പോൾ കുറ്റ്യാടിയിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ തേങ്ങ വീണ് കിടന്നാൽ ആരും ഒരുത്തനും തിരിഞ്ഞു നോക്കില്ലെന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും പോലീസിൻ്റെ പട്രോളിംഗ് പോലും വേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അല്ലേ. ആരെങ്കിലും പിടിയിലായിട്ടോ? ഏതെങ്കിലും തേങ്ങക്കള്ളം പിടിയിലായിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. കേൾക്കുമ്പോൾ ഏറെ രസകരമായി തോന്നിയാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു തേങ്ങാമോഷണം. കാരണം കഴിഞ്ഞ വർഷമൊക്കെ 40 രൂപയായിരുന്നു ഈ തേങ്ങയ്ക്ക്, 1 കിലോ തേങ്ങയ്ക്കൊക്കെ വില. അതിൻ്റെ ഡബിളായി 80 രൂപയോളമാണ് ഇപ്പോൾ 1 കിലോ തേങ്ങയ്ക്ക് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കർഷകരേറെ സന്തോഷത്തിലാണെങ്കിലും ഈ തേങ്ങാമോഷ്ടാക്കളെ കൊണ്ട് സഹികെട്ടിരിക്കുകയാണ് കുറ്റ്യാടി ഭാഗത്തുള്ള കർഷകർ. പ്രത്യേകിച്ച് മരുത്തോങ്കര, അതോടൊപ്പം കാവിലും
കാവിലുംപാറ ഭാഗത്താണ് ഇത്തരത്തിലുള്ള തേങ്ങാമോഷണം പതിവായിരിക്കുന്നത്. അതായത് ഈ കർഷകർ കൂട്ടിയിടുന്ന തേങ്ങകൾ മാത്രമല്ല, മറിച്ച് ഈ തെങ്ങിൽ കയറി പറിച്ചും ആണ് ഈ മോഷ്ടാക്കൾ ഇത്തരത്തിൽ ഈ മോഷണം നടത്തുന്നത്. ഈ കർഷകർ ഏറെ ആശങ്കയിലാണ്. കാരണം ഈ പറമ്പുകളിലൊക്കെ സാധാരണ രീതിയിൽ തേങ്ങയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ സൈഡിൽ കൂട്ടിയിടുന്ന ഒരു പതിവുണ്ട്, അല്ലെങ്കിൽ അത് പൊതിച്ചു മാറ്റി മറ്റൊരു സൈഡിലേക്ക് മാറ്റുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ മോഷ്ടാക്കൾ വന്ന് ഇത്തരത്തിൽ നാളികേരം കട്ടുകൊണ്ടു പോകുന്നതും. അതോടൊപ്പം വ്യാപാരികൾക്കിടയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം വ്യാപാരികൾക്ക് നൽകുന്ന തേങ്ങ പോലും ഇങ്ങനെ കളവ് പോകുന്നതും പതിവാണെന്നാണ് ഈ കാവിലുംപാറ ഭാഗത്തുള്ള വ്യാപാരികൾ പറയുന്നത്. അതോടൊപ്പം കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ 5ഓളം പരാതികളാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേങ്ങ മോഷ്ടാക്കളെ പിടിക്കാൻ വേണ്ടി തൊട്ടിൽപ്പാലം പോലീസും വളരെ ശക്തമായ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഏതെങ്കിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ ആളുകൾ തേങ്ങയൊക്കെ വിൽക്കാൻ വരികയാണെങ്കിൽ പോലീസിൽ വിവരം അറിയിക്കാനും പോലീസ് വ്യാപാരികളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർഷകർ ഏറെ ശ്രദ്ധിക്കണമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം അവിടെയുള്ള നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇത്തരത്തിൽ മോഷ്ടാക്കളെ പിടികൂടാൻ വേണ്ടിയും അതോടൊപ്പം ഇതിന് നേതൃത്വം നൽകാൻ വേണ്ടിയും കേര കർഷകരുടെ ഒരു കമ്മിറ്റി വരെ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം അവരുടെ വലിയൊരു മീറ്റിംഗ് കൂടുകയും അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. സേതുലക്ഷ്മി, വീട്ടില് തേങ്ങയൊക്കെ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായും ഉണ്ട്. ഇനിയിപ്പോ സൂക്ഷിക്കണമെന്നാണ് പപ്പേനെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. സേതു, അതാണ് ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് സൂക്ഷിച്ചൊക്കെ ഇരുന്നോ? ശരി, ഓക്കെ ലിനറ്റ്. പറഞ്ഞ പോലെ ഇപ്പം ഞാനിത് നമുക്കിപ്പോൾ ലിനറ്റ് പറയുന്ന കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും ആർക്കാണെങ്കിലും. കാരണം സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും തേങ്ങയൊക്കെ ആയിട്ട് വരണമെങ്കിൽ സൂക്ഷിക്കണമെന്ന് കടക്കാർക്കൊക്കെ നിർദ്ദേശം നൽകണമെങ്കിലേ അതൊരു അത്രയും ഡാർക്കായിരിക്കും അവിടുത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ. അത്ര വീഴുന്ന തേങ്ങയൊക്കെ പോയല്ലേ മനുഷ്യരല്ലേ എന്ത് ചെയ്യാൻ പറ്റും? നിസ്സഹായരായിരിക്കും. എങ്ങനെയെങ്കിലും തേങ്ങ ഈ പൈസ കൊടുത്തിട്ട് ഇപ്പം നമുക്ക് ഒരു 500 രൂപ ദിവസക്കൂലുള്ളൊരു ആളാണെങ്കിലേ ഇവിടുത്തെ ഈ നിലവിലെ സാധന വില അനുസരിച്ച് അരിക്ക് 50 രൂപയിൽ കൂടുതൽ അരിക്ക് കൊടുക്കണം. അതേപോലെ വെളിച്ചെണ്ണ, 1 കിലോ വെളിച്ചെണ്ണ വാങ്ങുമ്പോഴത്തേനും ആ 500 രൂപ തീർന്നേ. പിന്നീട് എങ്ങനെ ജീവിക്കുമെന്നാണ്. അപ്പോൾ എവിടെ നിന്ന് കിട്ടിയാലും അതിനെയൊക്കെ എടുത്തുകൊണ്ട് പോയി അതിനെ മോഷണമെന്നൊന്നും പറയാൻ പറ്റില്ല. അവരിപ്പോൾ പറയുമായിരിക്കും ജീവിക്കാനുള്ള നെട്ടോട്ടം എന്നൊക്കെ പറയുമായിരിക്കും വേറൊരു വാക്കിൽ. അപ്പോൾ ഓരോ മനുഷ്യരുടെ സാഹചര്യമൊക്കെയാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു വിപണി ഇടപെടലൊക്കെ ഉടൻ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാണ് ഈ ഒരു സാഹചര്യം? നമുക്ക് ചിലപ്പോൾ ഇത് പറയുമ്പോഴത്തേനും ഒരു തമാശയായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യം കൂടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ.